ക്രിക്കറ്റിലെ അടുത്ത വിസ്മയമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വൈഭവ് സൂര്യവംശിയെ ഓപ്പണർ റോളിലേക്ക് BCCI പരിഗണിക്കുന്നു എന്ന വാർത്തകൾ സജീവമാകുന്നതോടെ തന്റെ സിംഹാസനം ഭദ്രമാണെന്ന് സെഞ്ചുറി പ്രകടനത്തോടെ തെളിയിച്ചിരിക്കുകയാണ് അഭിഷേക് ശർമ്മ. ഫോമില്ലായ്മയുടെ പേരിൽ വിമർശിച്ചവർക്ക് ബാറ്റ് കൊണ്ട് മറുപടി നൽകിയ അഭിഷേക് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ പുറത്തെടുത്തത് T20 ക്രിക്കറ്റ് തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിലൊന്നാണ്. യുവരാജ് സിംഗിന്റെ ഈ പ്രിയ ശിഷ്യൻ ഫോമിലേക്ക് ഉയർന്നതോടെ ടീമിലെ സ്ഥാനമൊഹിക്കുന്ന മറ്റ് യുവതാരങ്ങൾക്ക് വഴിമാറിക്കൊടുക്കാൻ താൻ തയ്യാറല്ലെന്ന കൃത്യമായ സന്ദേശമാണ് നൽകിയിരിക്കുന്നത്. നിലവിലെ ഫോമും റെക്കോർഡുകളും പരിഗണിക്കുമ്പോൾ വൈഭവ് സൂര്യവംശിയെ പോലുള്ള യുവതാരങ്ങൾ ഇന്ത്യൻ കുപ്പായമോണിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 47 പന്തിൽ സെഞ്ചുറി നേടിയ അഭിഷേക് വമ്പൻ റെക്കോർഡുകളാണ് സ്വന്തം പേരിലാക്കിയത്. മോശം ഫോമിലാണെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ കൈയടിപ്പിക്കുന്ന ബാറ്റിംഗ് വിരുന്നെടുക്കാൻ അഭിഷേകിന് സാധിച്ചു. ഇന്നലെ 68 പന്ത് നേരിട്ട് പുറത്താവാതെ 135 റൺസാണ് അഭിഷേക് ശർമ്മ നേടിയത്. 10 വീതം 6ഉം 4ഉം ഉൾപ്പെടുന്നതായിരുന്നു കിടിലൻ ഇന്നിംഗ്സ്. 198.53 സ്ട്രൈക്ക് റേറ്റിലായിരുന്നു ബാറ്റിംഗ് പ്രകടനം. കരിയറിലെ 9ാം T20 സെഞ്ചുറി നേട്ടത്തോടെ പല വമ്പൻ റെക്കോർഡുകളും കടമുഴക്കാൻ അഭിഷേകിന് സാധിച്ചു. ഈ സീസണിലെ താരത്തിന്റെ കന്നി സെഞ്ചുറി പ്രകടനമാണ് ഡൽഹിക്കെതിരെ പിറന്നത്. മോശം ഫോമിലാണെന്നും സ്ഥിരതയില്ലെന്നുമുള്ള പഴി സമീപകാലത്തായി അഭിഷേകിന് കേൾക്കേണ്ടി വന്നെങ്കിലും T20 ക്രിക്കറ്റിൽ ഇപ്പോഴും താൻ 1ാം നമ്പർ ബാറ്റ്സ്മാനാണെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് അഭിഷേക് പുറത്തെടുത്തത്. T20 ക്രിക്കറ്റിലെ കൂടുതൽ സെഞ്ചുറിയുള്ള ഇന്ത്യക്കാരുടെ റെക്കോർഡിൽ തലപ്പത്തെത്തിയിരിക്കുകയാണ് അഭിഷേക് ശർമ്മ. 9 തവണയാണ് അഭിഷേക് സെഞ്ചുറി പ്രകടനം നടത്തിയിരിക്കുന്നത്. വിരാട് കോഹ്ലിയും 9 തവണ T20 സെഞ്ചുറി നേടിയിട്ടുണ്ട്. എന്നാൽ ഇത്രയും വേഗത്തിൽ 9 സെഞ്ചുറി പ്രകടനം നടത്താൻ അഭിഷേകിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. 25 വയസ്സിനുള്ളിലാണ് അഭിഷേകിന്റെ ഈ സെഞ്ചുറി പ്രകടനങ്ങൾ. 25 വയസ്സിനുള്ളിൽ കൂടുതൽ T20 സെഞ്ചുറി നേടുന്ന താരവും അഭിഷേകാണ്. 2ാം സ്ഥാനത്തുള്ള ശുഭ്മാൻ ഗില്ലിന്റെ പേരിൽ 6 സെഞ്ചുറികളാണുള്ളത്. 8 സെഞ്ചുറിയുള്ള രോഹിത് ശർമ്മയെ മറികടക്കാൻ അഭിഷേക് ശർമ്മയ്ക്ക് ഇന്നലെ സാധിച്ചു. സഞ്ജു സാംസണും KL രാഹുലിനും ഇഷാൻ കിഷനും 7 സെഞ്ചുറികൾ വീതമാണുള്ളത്. ഇതിനെ നേരത്തെ തന്നെ അഭിഷേക് മറികടന്നിട്ടുണ്ട്. ഋതുരാജ് ഗൈക്വാദും ശുഭ്മാൻ ഗില്ലും സൂര്യകുമാർ യാദവും 6 സെഞ്ചുറികൾ വീതമാണ് T20 നേടിയിട്ടുള്ളത്. യുവതാരമായ അഭിഷേകിന് മുന്നിൽ ഇനിയും വലിയ ഭാവിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും പല വമ്പൻ റെക്കോർഡുകളും തകർക്കാൻ താരത്തിന് സാധിച്ചേക്കും. തുടർച്ചയായി 2 സിക്സുകൾ പറത്തിയാണ് അഭിഷേക് സെഞ്ചുറിയിലേക്ക് എത്തിയത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഒരു ബൗളറെയും ഭയമില്ലാതെ കടന്നാക്രമിക്കാൻ അഭിഷേകിന് സാധിക്കുന്നതാണ് വസ്തുത. 184 ഇന്നിംഗ്സിൽ നിന്ന് 9 സെഞ്ചുറികൾ നേടിയ താരം യുവരാജ് സിംഗിന്റെ ശിഷ്യനാണെന്നാണ് എടുത്തു പറയേണ്ടത്. ഇന്ത്യയുടെ T20 ടീമിലെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ് അഭിഷേകിന്റെ കിടിലൻ തിരിച്ചുവരവ്. T20 ലോകകപ്പിൽ ഹാട്രിക് ഡക്കായതും ഇത്തവണ IPL ഡക്കായതുമെല്ലാം അഭിഷേക് ശർമ്മയ്ക്ക് വലിയ തിരിച്ചടിയായിരുന്നു. വൈഭവ് സൂര്യവംശിയെ ഇന്ത്യ അഭിഷേകിന് പകരം ഓപ്പൺ റോളിലേക്ക് കൊണ്ടുവന്നേക്കുന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇപ്പോൾ താരത്തിന്റെ മിന്നും സെഞ്ചുറി പ്രകടനം. ഇനി പെട്ടെന്ന് അഭിഷേകിനെ തടയാൻ ആരും തയ്യാറാകില്ലെന്ന് തന്നെ പറയാം. 7 മത്സരത്തിൽ നിന്ന് 58.83 ശരാശരിയിൽ 323 റൺസോടെയാണ് അഭിഷേക് ഓറഞ്ച് ക്യാപ്പ് തലയിലെത്തിച്ചത്. 215.33 സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന താരം ഒരു സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറികളും നേടി. 25 4ഉം 27 6ഉം ഉൾപ്പെടെയാണ് ഈ സീസണിൽ അഭിഷേക് മുന്നോട്ട് പോകുന്നത്. തുടർച്ചയായ ഡക്കുകളും ഫോമില്ലായ്മയും കരിയറിന് ഭീഷണിയാകുമെന്ന് കരുതിയവർക്ക് മുന്നിൽ 9ാം T20 സെഞ്ചുറിയുമായി താരം വിശ്വരൂപം പുറത്തെടുത്തിരിക്കുന്നു. വൈഭവ് സൂര്യവംശിയെ പോലുള്ള യുവതാരങ്ങൾ ഇന്ത്യൻ ടീമിന്റെ വാതിലിൽ മുട്ടി വിളിക്കുമ്പോഴും തന്റെ സ്ഥാനം അത്ര പെട്ടെന്നൊന്നും ആർക്കും വിട്ടുകൊടുക്കാൻ അഭിഷേക് തയ്യാറല്ല. ഒരു വശത്ത് വിരാട് കോഹ്ലിയുടെ റെക്കോർഡിനൊപ്പം എത്തിയ അഭിഷേക് മറുവശത്ത് രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും അടങ്ങുന്ന വമ്പന്മാരെ സെഞ്ചുറിയുടെ എണ്ണത്തിൽ പിന്നിലാക്കി കഴിഞ്ഞു. ഇതേ ഫോം തുടരുകയാണെങ്കിൽ ഈ സീസണിലെ ഓറഞ്ച് ക്യാപ്പ് മാത്രമല്ല ഇന്ത്യൻ ടീമിലെ ഓപ്പണിംഗ് സ്ഥാനവും അഭിഷേകിന് സുരക്ഷിതമായിരിക്കും. വൈഭവ് സൂര്യവംശിക്ക് ഇന്ത്യൻ ജേഴ്സി അണിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് സാരം.